മത്സ്യബന്ധന നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ഒമാൻ. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗത്തിനായി ബോധവൽക്കരണവും നിരീക്ഷണവും ശക്തമാക്കും. നിയമം ലംഘിച്ചാൽ പിഴയൊടുക്കേണ്ടി വരും. ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതിയുടെ സമതുലിതാവസ്ഥ എന്നിവ ഉറപ്പാക്കുന്നതിനായാണ് അധികൃതർ മത്സ്യബന്ധന ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത്. ഇതിനൊപ്പം നിരീക്ഷണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നുണ്ട്. മത്സ്യബന്ധന ഉപകരണങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നതിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് മന്ത്രാലയം നൽകും. ചില വലകളുടെ തെറ്റായ ഉപയോഗം ചെറു മത്സ്യങ്ങളും മറ്റു സമുദ്രജീവികളും വലയിലകപ്പെടാൻ കാരണമാകും. ഇതിലൂന്നിയാണ് വലകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നത്. പരമ്പരാഗത വലകൾ നിശ്ചിത സീസണിലും നിശ്ചിത സ്ഥലങ്ങളിലും മാത്രമേ ഉപയോഗിക്കാനാവൂ. ഓരോ മത്സ്യബന്ധന രീതിക്കും പ്രത്യേക നിയമങ്ങളും ലൈസൻസുകളും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ചില വലകൾക്ക് നിരോധനവുമുണ്ട്. പവിഴപ്പുറ്റുകൾ പോലുള്ള പ്രധാന സമുദ്ര മേഖലകളിൽ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ചാൽ പിഴ, വലകളും ബോട്ടുകളും പിടിച്ചെടുക്കൽ, ലൈസൻസ് റദ്ദാക്കൽ എന്നിവയിലേക്ക് കടക്കും. ഇലക്ട്രോണിക് ട്രാക്കിംഗ് സംവിധാനം വഴി ബോട്ടുകളുടെ നീക്കം നിരീക്ഷിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡും പരിസ്ഥിതി വകുപ്പും ചേർന്ന് അനധികൃത മത്സ്യബന്ധനം തടയുന്നത് കൂടുതൽ കർശനമാക്കുകയും ചെയ്യും. മീഡിയ 1, മസ്കത്ത്.